കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്കായി തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 17 രാവിലെ മുതൽ നടക്കുന്ന മേളയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള 50-ലധികം കമ്പനികൾ തൊഴിൽദാതാക്കളായി പങ്കെടുക്കും. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് വേണ്ടി തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 17 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ നടക്കുന്ന തൊഴിൽമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയന്റെ അധ്യക്ഷതയിൽ മണ്ഡലം MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തും പുറത്തുമായുള്ള 50-ലധികം കമ്പനികൾ തൊഴിൽദാതാക്കളായി മേളയിൽ പങ്കെടുക്കും. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം അന്നേ ദിവസം രാവിലെ 9 മണി മുതൽ സ്പോട്ട് അഡ്മിഷനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ അവസരം ഉദ്യോഗാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെമ്പാടും ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ആയിരക്കണക്കിന് അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഒക്ടോബർ മാസം 17 തീയതി തൊഴിൽമേള നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിനെ അടുപ്പിച്ച് തന്നെയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ വിൽക്കല ഈ ജോബ് ഫെസ്റ്റ് മേള നടക്കുന്നത്. ഇതിനുള്ളിൽ 4ാമത് തവണയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് ഫെസ്റ്റ് നടത്തുന്നത്. ഒരു തവണ വനിതകൾക്ക് വേണ്ടിയുള്ള ജോബ് ഫെസ്റ്റ് നടത്തി. അതിനിടയിൽ 3 തവണ ഇത് കൂടുമ്പോൾ 4ാമത്തെ തവണയാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ, വൈസ് പ്രസിഡന്റ് KV ശ്രീലത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുറഹ്മാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V ഗീത, അംഗങ്ങളായ A ദാമോദരൻ, MG പുഷ്പ, ഷക്കീല ബഷീർ, സെക്രട്ടറി S ഹരികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ VV ശശി, M വിജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.